കേരളത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം, ഒരു ഭാഗത്ത് ചെറിയ വേദന മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിലും മറുഭാഗത്ത് വലിയ സന്തോഷം. കോൺഗ്രസ് പാർട്ടി ഇത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വെച്ച് പറഞ്ഞതാണ്. 2 നിയോജക മണ്ഡലവും പ്രിയപ്പെട്ടതാണ്. റായ്ബറേലി കോൺഗ്രസിന്റെ പരമ്പരാഗതമായ സീറ്റ്, ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും റെപ്രസെന്റ് ചെയ്ത സീറ്റ്, അവിടെ രാഹുൽ ഗാന്ധിയുടെ യുപിയിലുണ്ടായിരിക്കുന്ന വലിയ മാറ്റം, ആ മാറ്റം റീറ്റെയിൻ ചെയ്യാനായിട്ടുണ്ട്. അത് ഇന്ത്യക്കാകെ മാറ്റം ഉണ്ടാക്കിയത് യുപിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ആ മാറ്റം ഉൾക്കൊണ്ടതായിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട്. അതോടൊപ്പം തന്നെ കേരളം നൽകിയ ഏറ്റവും വലിയ ഇമോഷണൽ ടച്ച്, വയനാട് നൽകിയ ആ വൈകാരികമായിട്ടുള്ള അടുപ്പം, അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ തീരുമാനമായിരുന്നു ഇത്രയും വരെ. പക്ഷെ കോൺഗ്രസ് അധ്യക്ഷൻ ഇന്ന് ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഈ കാര്യം ചർച്ച ചെയ്യാനായിട്ട്. അത് വെച്ച് പാർട്ടി തീരുമാനമെടുത്ത് രാഹുൽ ഗാന്ധി ആ തീരുമാനത്തെ അംഗീകരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി പാർട്ടി ആ തീരുമാനം പറഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധി അത് അംഗീകരിക്കുകയായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുല്യ മധുരം തന്നെയാണ് ഇത്. വളരെ സന്തോഷത്തോടെ. 2019 ഒപ്പം നിന്ന മണ്ഡലം എന്ന നിലയിലാണോ വയനാടിനെ രാഹുൽ ഗാന്ധി പരിഗണിച്ചത്? അല്ല, അത് രാഹുൽ ഗാന്ധി 5 വർഷമായിട്ട് അവിടെയുണ്ട്. അവിടുത്തെ ജനങ്ങൾ കൊടുത്ത ഓരോ വിസിറ്റിലും അദ്ദേഹത്തിന് വരുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് ഈ നാടിനെ മറക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ അത്രയും സ്നേഹവും വാത്സല്യവുമാണ് നൽകിയത്. അദ്ദേഹത്തിന്റെ ഒരു ഇത്രയും നല്ല സ്നേഹം നൽകുന്ന ജനങ്ങളാണെന്നുള്ളത് അദ്ദേഹം പറയുമായിരുന്നു എല്ലായ്പ്പോഴും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു വൈകാരികമായ അടുപ്പം വയനാടിനോടുണ്ട്. ദേശീയ നേതൃത്വത്തിൽ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു, പ്രിയങ്ക ഗാന്ധി അവിടേക്ക് പോകണം, രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ പ്രതിനിധി തന്നെ ഒന്നുമല്ല. അത് അങ്ങനെയുള്ള ഇന്നിപ്പോ ഈ സാഹചര്യത്തിൽ എടുത്ത തീരുമാനമായിട്ട് ഇത് കണക്കാക്കിയാൽ മതി. എത്രത്തോളം പ്രിയങ്ക ഗാന്ധിയാണ് ഓൾറെഡി അനൗൺസ്ഡ്. How do you look at the decisions that will be taken? This is one of the excellent decision. One of the excellent decision. Are you not happy? Everybody is happy. Everybody is happy about the decision. Rahul Raybreeli and Priyanka ji is going to contest in Wayanad. Both are excellent decisions. അല്ല, അത് ജനങ്ങളെ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, നല്ല ആത്മവിശ്വാസമുണ്ട്. വെയിറ്റ് ആൻഡ് സീ. You will get a news. വനിതാ ശാക്തീകരണം കൂടിയാണ് കോൺഗ്രസിലൂടെ ലക്ഷ്യമിടുന്നത്. No, that we will already. Congress President told you that decision we will take. കേരളത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം, ഒരു ഭാഗത്ത് ചെറിയ വേദന മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിലും മറുഭാഗത്ത് വലിയ സന്തോഷം. കോൺഗ്രസ് പാർട്ടി ഇത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വെച്ച് പറഞ്ഞതാണ്. 2 നിയോജക മണ്ഡലവും പ്രിയപ്പെട്ടതാണ്. റായ്ബറേലി കോൺഗ്രസിന്റെ പരമ്പരാഗതമായ സീറ്റ്, ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും റെപ്രസെന്റ് ചെയ്ത സീറ്റ്, അവിടെ രാഹുൽ ഗാന്ധിയുടെ യുപിയിലുണ്ടായിരിക്കുന്ന വലിയ മാറ്റം, ആ മാറ്റം റീറ്റെയിൻ ചെയ്യാനായിട്ടുണ്ട്. അത് ഇന്ത്യക്കാകെ മാറ്റം ഉണ്ടാക്കിയത് യുപിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ആ മാറ്റം ഉൾക്കൊണ്ടതായിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട്. അതോടൊപ്പം തന്നെ കേരളം നൽകിയ ഏറ്റവും വലിയ ഇമോഷണൽ ടച്ച്, വയനാട് നൽകിയ ആ വൈകാരികമായിട്ടുള്ള അടുപ്പം, അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ തീരുമാനമായിരുന്നു ഇത്രയും വരെ. പക്ഷെ കോൺഗ്രസ് അധ്യക്ഷൻ ഇന്ന് ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഈ കാര്യം ചർച്ച ചെയ്യാനായിട്ട്. അത് വെച്ച് പാർട്ടി തീരുമാനമെടുത്ത് രാഹുൽ ഗാന്ധി ആ തീരുമാനത്തെ അംഗീകരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി പാർട്ടി ആ തീരുമാനം പറഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധി അത് അംഗീകരിക്കുകയായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുല്യ മധുരം തന്നെയാണ് ഇത്. വളരെ സന്തോഷത്തോടെ. 2019 ഒപ്പം നിന്ന മണ്ഡലം എന്ന നിലയിലാണോ വയനാടിനെ രാഹുൽ ഗാന്ധി പരിഗണിച്ചത്? അല്ല, അത് രാഹുൽ ഗാന്ധി 5 വർഷമായിട്ട് അവിടെയുണ്ട്. അവിടുത്തെ ജനങ്ങൾ കൊടുത്ത ഓരോ വിസിറ്റിലും അദ്ദേഹത്തിന് വരുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് ഈ നാടിനെ മറക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ അത്രയും സ്നേഹവും വാത്സല്യവുമാണ് നൽകിയത്. അദ്ദേഹത്തിന്റെ ഒരു ഇത്രയും നല്ല സ്നേഹം നൽകുന്ന ജനങ്ങളാണെന്നുള്ളത് അദ്ദേഹം പറയുമായിരുന്നു എല്ലായ്പ്പോഴും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു വൈകാരികമായ അടുപ്പം വയനാടിനോടുണ്ട്. ദേശീയ നേതൃത്വത്തിൽ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു, പ്രിയങ്ക ഗാന്ധി അവിടേക്ക് പോകണം, രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ പ്രതിനിധി തന്നെ ഒന്നുമല്ല. അത് അങ്ങനെയുള്ള ഇന്നിപ്പോ ഈ സാഹചര്യത്തിൽ എടുത്ത തീരുമാനമായിട്ട് ഇത് കണക്കാക്കിയാൽ മതി. എത്രത്തോളം പ്രിയങ്ക ഗാന്ധിയാണ് ഓൾറെഡി അനൗൺസ്ഡ്. How do you look at the decisions that will be taken? This is one of the excellent decision. One of the excellent decision. Are you not happy? Everybody is happy. Everybody is happy about the decision. Rahul Raybreeli and Priyanka ji is going to contest in Wayanad. Both are excellent decisions.
അല്ല, അത് ജനങ്ങളെ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, നല്ല ആത്മവിശ്വാസമുണ്ട്. Any decision on the LOP was also discussed in this meeting? വെയിറ്റ് ആൻഡ് സീ, യു വിൽ ഗെറ്റ് എ ന്യൂസ്. പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് വനിതാ ശാക്തീകരണം കൂടിയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. No, that we will already, Congress President told you that decision we will take.